ലൈംഗികതയെ കുറിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ തീർപ്പുകളും പുരുഷനെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ശക്തനായ ബലവാനായ പുരുഷനാണ് ഏറ്റവും നല്ല ലൈംഗികതയുടെ ഉടമ എന്നൊക്കെയാണ് നമ്മൾ തന്നെ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. ഈ ശരീരത്തിന്റെ ബലമോ ഒന്നും അല്ല സ്ത്രീ പുരുഷനിൽ നിന്ന് ആത്യന്തികമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണെന്ന് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അങ്ങനെയാണ് ആ നോവലിൽ ചിത്രസേനൻ വരുന്നത്. ചിത്രസേനൻ ഒരുപാട് പോലീസിന്റെ തല്ലൊക്കെ കൊണ്ട് വളരെ അവശനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ആളാണ്. പക്ഷേ ചിത്രസേനനും കുഞ്ഞിപ്പെണ്ണും തമ്മിലുള്ളതാണ് ആ നോവലിലെ ഏറ്റവും മനോഹരമായ ലൈംഗികത. അങ്ങനെയാണ് സ്ത്രീയുടെ മനസ്സെന്നുള്ളതാണ്. ഇനി ലൈംഗികത സാധ്യമാകുന്നില്ലെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പം കല്യാണി അവളുടെ നാരായണൻ എന്ന് പറയുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. അതായത് സ്ത്രീയുടെ സ്നേഹം എന്ന് പറയുന്നത് ലൈംഗികമായിട്ട് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രം പുരുഷനിലേക്ക് വരുന്നതല്ല. വളരെ വൈകിയാണെങ്കിൽ പോലും കല്യാണി ആ നോവലിൽ അത് തിരിച്ചറിയുന്നുണ്ട്. അത് നേരത്തെ അറിയുന്ന ഒരാളാണ് അതിനകത്തെ കുഞ്ഞിപ്പെണ്ണ്. അപ്പൊ അതിനകത്തെ സ്ത്രീകൾ ലൈംഗികതയെ കുറിച്ച് സ്വന്തമായിട്ടുള്ള അഭിപ്രായമുള്ള സ്ത്രീയുടെ വളരെ ജൈവികമായിട്ടുള്ള ആ ലൈംഗിക താല്പര്യങ്ങളെ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന സ്ത്രീകളാണ്.